സമൂഹമാധ്യമങ്ങളിലെ അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരെ CPIM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് KJ ഷൈൻ 24-നോട് പറഞ്ഞു. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നേതൃത്വം അറിയാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള നേതാക്കൾ ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയെ അധിക്ഷേപപരമായി പരാമർശം നടത്തുമെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവും. അതും തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് ചേരുന്നത്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഏതറ്റം വരെയും ഈ കേസിന്റെ പിന്നാലെ പോകും. ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നാണ് KJ ഷൈൻ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇതൊരു സൈബർ ആക്രമണ പരാതിയാണ്. നിരവധി വെല്ലുവിളികൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഏത് രീതിയിലായിരിക്കും അന്വേഷണം നടക്കുക? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ പരാതി നൽകിയതിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരെ KJ ഷൈൻ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ വീട്ടിലെത്തി മൊഴിയെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന പോലീസ് എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് എറണാകുളം റൂറലിലെയും സിറ്റിയിലെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആ അന്വേഷണ സംഘത്തിലുണ്ടാക്കും. ഈ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്ററുകൾ, ഈ ചില ഓൺലൈൻ മീഡിയകളിൽ വന്നിരിക്കുന്ന വാർത്തകൾ, ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്കും ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. ഇന്ന് തന്നെ എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിൽ ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയും അതിനൊരു തീ കൊളുത്തി വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ള കാര്യവും അതിന്റെ അകത്ത് വരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഈ പരാതി KJ ഷൈന് പിന്നാലെ തന്നെ സൈബർ ആക്രമണങ്ങളിൽ വീണ്ടും പരാതികളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഷൈൻ ടീച്ചർക്ക് നൽകിയിരിക്കുന്ന ഈ സൈബർ ആക്രമണങ്ങളിൽ CPM MLA-മാരടക്കമുള്ള ആളുകളാണ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ PV ശ്രീനിധൻ MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള വെല്ലുവിളി ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു സൈബർ ആക്രമണം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ കിടക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന പോസ്റ്ററുകൾ, ഓൺലൈൻ മീഡിയകളിൽ വന്നിരിക്കുന്ന വാർത്തകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. ഇതിനടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും പോലീസ് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതിനിടയിലാണ് ഇന്നലെ MV ഗോവിന്ദ് വാർത്താ സമ്മേളനത്തിന് MV ഗോവിന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ബോംബ്, അല്ലെങ്കിൽ ഇനി ഒരു ബോംബ് വരുന്നുണ്ട്, അത് ഇതായിരിക്കും എന്ന്, അത് ഇതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്നലെ MV ഗോവിന്ദൻ കടന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്, പ്രാദേശിക തലത്തിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ വാർത്താ സമ്മേളനം അടക്കം അവർ പറഞ്ഞിരിക്കുന്നത് ഈ സൈബർ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള കാര്യമാണ് ഇന്നലെ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടന്നു വരികയാണ്. അതിന്റെ കൂടെ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന.